ചക്രവർത്തിയുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നവർ ശപിക്കപ്പെട്ടവരായിരിക്കും. ഈ മൃതിയറയുടെ താഴുകൾ തുറന്നെത്തുന്നവർ ഭയാനകമായ, ആർക്കും ചികിത്സിക്കാനാകാത്ത അസുഖം കൊണ്ട് അന്ത്യം പ്രാപിക്കും. ഈജിപ്തിലെ പിരമിഡുകളിലും കല്ലറകളിലും എഴുതി വച്ചിരിക്കുന്ന ഈ ശാപവചനങ്ങൾ കല്ലറക്കള്ളന്മാരെ കുറച്ചൊക്കെ പേടിപ്പിച്ചെന്നത് സത്യമാണ്. എന്നാൽ മനുഷ്യന്റെ അത്യാർത്തിയെ തടയിടാൻ ഈ ഭീഷണികൾക്കൊന്നും കഴിഞ്ഞില്ല. അനേകായിരം വർഷങ്ങൾക്ക് മുൻപ് നിദ്രയിൽ വിലയം പ്രാപിച്ച ചക്രവർത്തിമാരെ തേടി വർഷങ്ങൾക്കിപ്പുറം പലരും ചെന്നു. ഈജിപ്ത് കാലങ്ങളോളം നീണ്ട ചരിത്രമുറങ്ങുന്ന രാജ്യം, മനുഷ്യ സംസ്കാരത്തിന്റെ അത്ഭുതങ്ങൾ പൂത്തയിടം, നൈൽ നനച്ച മണലാരണ്യങ്ങളിൽ ഫലഭൂയിഷ്ടമായി വിളഞ്ഞ നാഗരികത, സുവ്യക്തമായ രാജവംശങ്ങൾ കാലങ്ങളോളം ഭരിച്ച ഇടം, നഗരങ്ങളോട് ചേർന്നുള്ള മൃതനഗരികളിൽ ഉറങ്ങുന്ന ചക്രവർത്തിമാരും പ്രഭുക്കളും, അവരുടെ കല്ലറകൾ അടക്കം ചെയ്തിരിക്കുന്ന അനേകം പിരമിഡുകൾ, ഇതൊക്കെയായിരുന്നു ഈജിപ്ത്. എന്നാൽ അതിനുള്ളിൽ മമ്മി രൂപത്തിലാക്കിയ മൃതദേഹങ്ങൾക്കൊപ്പം സ്വർണവും രത്നങ്ങളും മറ്റമൂല്യ വസ്തുക്കളും ഉണ്ടായിരുന്നു. കൊള്ളയ്ക്കു വേണ്ടിയും പഠനങ്ങൾക്ക് വേണ്ടിയുമുള്ള നിരന്തരമായ ഖനനവും പര്യവേഷണങ്ങളും ഈജിപ്തിന്റെ പ്രകൃതിയെയും പാരമ്പര്യത്തെയും കുറച്ചൊന്നുമല്ല ദുരിതത്തിലാക്കിയത്. എന്നാൽ മമ്മികളുടെ പഠനത്തിലൂടെ പണ്ഡിതന്മാർ പുരാതന ഈജിപ്തിനെക്കുറിച്ച് മനസ്സിലാക്കിയത് അമ്പരപ്പിക്കുന്ന നിരവധി വസ്തുതകളാണ്. ഈജിപ്തിന്റെ ചരിത്രം നിഗൂഢതകൾ നിറഞ്ഞതാണ്. പുരാതന ഈജിപ്തുകാർ ജീവിതത്തെ സ്നേഹിക്കുകയും അമർത്യതയിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അതവരുടെ മരണത്തിനെതിരെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ പ്രേരിപ്പിച്ചു. വൈരുദ്ധ്യമായി തോന്നാമെങ്കിലും ഈജിപ്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് തികച്ചും അർത്ഥവത്താണ്. മരണശേഷവും ജീവിതം തുടരുമെന്നും അവർക്കപ്പോഴും അവരുടെ ഭൗതിക ശരീരം ആവശ്യമാണെന്നും അവർ വിശ്വസിച്ചു. അങ്ങനെ ശരീരങ്ങളെ കഴിയുന്നത്ര ജീവനുള്ള രീതിയിൽ സംരക്ഷിക്കുക എന്നതിൽ നിന്നാണ് മമ്മിഫിക്കേഷന്റെ തുടക്കം. മമ്മി ചെയ്ത ശരീരത്തിൽ ഒരാളുടെ ആത്മാവുണ്ടെന്ന് ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നു. ശരീരം നശിപ്പിക്കപ്പെട്ടാൽ ആത്മാവ് നഷ്ടപ്പെടുകയും മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മൃതദേഹങ്ങൾ സംരക്ഷിക്കുന്നത് വിവിധ സമൂഹങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിച്ചത്. മൃതദേഹങ്ങൾ സംരക്ഷിക്കുക എന്നാൽ മമ്മിഫിക്കേഷൻ എന്നാണ് അർത്ഥം. അതായത് ശരീരം കൂടുതൽ ജീർണിക്കാൻ അനുവദിക്കാത്ത അവസ്ഥ. അവയവങ്ങളും ചർമ്മങ്ങളും പ്രകൃതി സ്വമേധയാ അഥവാ മനുഷ്യരാലോ സംരക്ഷിക്കപ്പെടുന്നു. പ്രകൃതി സംരക്ഷണത്തിന്റെ ഫലമായി മിക്കവാറും എല്ലാ ഭൂഖണ്ഡങ്ങളിലും മമ്മികൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈജിപ്തിൽ കണ്ടെത്തിയ മമ്മികൾ നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. കാരണം ഈജിപ്തുകാർ മമ്മിഫിക്കേഷൻ കലയും ശാസ്ത്രവും ഭംഗിയായി പഠിച്ചിരുന്നു. ഇനി മൃതശരീരം മമ്മിയാക്കുന്നത് എങ്ങനെ എന്നുള്ളതിന്റെ ഓരോ ഘട്ടവും അറിയാം. കുടുംബത്തിലെ ഒരാൾ മരിച്ചാൽ ആദ്യം മരണവിവരം ജനത്തെ അറിയിക്കും. ചടങ്ങുകൾക്കും മൃതദേഹം ഒരുക്കുന്നതിനുമായി മരിച്ചവരുടെ കുടുംബം ഒരു വിലാപയാത്ര ഒരുക്കും. ഈജിപ്തുകാർക്ക് ഈ മുഴുവൻ ആചാരവും അത്യന്താപേക്ഷിതമായിരുന്നു. കാരണം മരണശേഷം ആത്മാവ് ശരീരം വിട്ടുകഴിഞ്ഞാൽ നിത്യത കൈവരിക്കുന്നതിന് ശരീരത്തെയും ആത്മാവിനെയും ഒന്നിപ്പിക്കേണ്ടത് പ്രധാനമാണെന്ന് അവർ വിശ്വസിച്ചു. എംബാമിംഗ് ഘട്ടത്തിൽ ശരീരം ശുദ്ധീകരിക്കും. അത് ഇബു എന്നറിയപ്പെടുന്ന ഒരു കൂടാരത്തിൽ ശ്രദ്ധാപൂർവം കൊണ്ടുവന്നതിനു ശേഷം എംബാമർമാർ ശരീരം നല്ല മണമുള്ള ഈന്തപ്പന വീഞ്ഞിൽ നന്നായി കഴുകി നൈൽ നദിയിൽ നിന്നുള്ള വെള്ളത്തിൽ കഴുകും. പുരാതന കാലത്ത് മസ്തിഷ്കം ഒരു ഉപയോഗപ്രദമായ അവയവമായി കണക്കാക്കപ്പെട്ടിരുന്നില്ല. കാരണം അതിന്റെ പ്രവർത്തനങ്ങൾ മിക്ക ആളുകൾക്കും അജ്ഞാതമായിരുന്നു. അതിനാൽ അത് ഉപേക്ഷിക്കപ്പെട്ടു. എംബാമർമാർ ഒരു പ്രത്യേക കൊളുത്തുള്ള വടി മൂക്കിലൂടെ തലയോട്ടിയിലേക്ക് നേരിട്ട് തിരുകുകയും അങ്ങനെ തലച്ചോറിനെ ദ്രവിപ്പിച്ച് പുറത്തേക്ക് ഒഴുക്കിക്കളയുകയും ചെയ്തു. മൂക്കിൽ നിന്ന് വരുന്ന മസ്തിഷ്ക കോശങ്ങളുടെ കഷ്ണങ്ങളെടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് ദ്രവീകരിക്കും. അടുത്ത ഘട്ടം ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ്. ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്യാൻ എംബാമർമാർ വയറിന്റെ ഇടതുവശത്ത് ചെറിയ മുറിവുണ്ടാക്കും. ആമാശയം, കുടൽ, കരൾ, ശ്വാസകോശം എന്നിവ ശരീരത്തിൽ നിന്ന് ഓരോന്നോരോന്നായി പുറത്തെടുക്കും. പുരാതന ഈജിപ്തുകാർ വികാരത്തിന്റെയും ബുദ്ധിയുടെയും കേന്ദ്രമെന്ന് വിശ്വസിച്ചിരുന്നത് ഹൃദയത്തെയാണ്. അടുത്ത ജന്മത്തിൽ ഉപയോഗിക്കാനായി അവർ ഹൃദയത്തെ ശരീരത്തിൽ അവശേഷിപ്പിച്ചിരുന്നു. തുറന്ന മുറിവുകൾ പിന്നീട് മെഴുകുപയോഗിച്ചടയ്ക്കും. പുറത്തെടുത്ത ആന്തരിക അവയവങ്ങൾ പിന്നീട് നന്നായി കഴുകി ഈർപ്പം ആഗിരണം ചെയ്യുന്നതിനായി നാട്രോണിൽ പാക്ക് ചെയ്യും. ഈ അവയവങ്ങൾ ഓരോന്നും കാനോപിക് ജാർ എന്ന ചെറിയ ശവപ്പെട്ടി പോലുള്ള പാത്രത്തിലാണ് സൂക്ഷിക്കുക. ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ശരീരം ഒരു ചെരിഞ്ഞ സ്ലാബിൽ ശ്രദ്ധാപൂർവം വെക്കുകയും തുടർന്ന്
എല്ലാ ഈർപ്പവും ആഗിരണം ചെയ്യുന്നതിനായി സ്റ്റഫ് ചെയ്യുകയും സംരക്ഷണത്തിനുള്ള ഒരു ഏജന്റായ നാട്രോണിൽ പാക്ക് ചെയ്യുകയും ലിനൻ പൊതിഞ്ഞു വെക്കുകയും ചെയ്യും. അങ്ങനെ ശരീരം അഴുകുന്നത് തടയുന്നു. ശരീരത്തിൽ നിന്ന് കുതിർന്ന ഈർപ്പം ഒരു പാത്രത്തിൽ ശേഖരിച്ച് 40 ദിവസത്തോളം ഉണങ്ങാൻ വെക്കും. ശരീരം വൃത്തിയാക്കി വീണ്ടും നൈൽ വെള്ളത്തിൽ കഴുകി ഉണങ്ങിയ തൊലിയിൽ ഇലാസ്തികത നിലനിർത്താൻ എണ്ണ തടവുന്നു. തുടർന്ന് ശരീരത്തിന് ജീവനുള്ളതായി തോന്നിപ്പിക്കാൻ അറക്കപ്പൊടിയും തുണിക്കഷ്ണങ്ങളും നിറച്ച ശേഷം ലിനൻ ബാൻഡേജിൽ പൊതിയും. ആദ്യം തലയും കഴുത്തും ചുറ്റും, തുടർന്ന് ഓരോ കൈവിരലുകളും കാൽവിരലുകളും. ഇതിന് 15 മുതൽ 20 ദിവസം വരെ എടുക്കും. ബാൻഡേജ് ചെയ്ത ശരീരം ലിനൻ സ്ട്രിപ്പുകൾ ഉപയോഗിച്ചുറപ്പിച്ച ഒരു ആവരണത്തിൽ സ്ഥാപിക്കും. മൃതദേഹം അലങ്കരിച്ച മമ്മി കേസിലോ സാർക്കോഫാഗസ് എന്ന ശവപ്പെട്ടിയിലോ സ്ഥാപിക്കും. അവസാനം എല്ലാം ഒരുമിച്ച് പിടിക്കാൻ ഒരു തരം പശ ഉപയോഗിക്കും. ശരീരം സംരക്ഷിക്കുന്നതിനായി ലിനൻ പാളികളിൽ പുരോഹിതർ പ്രാർത്ഥനകൾ എഴുതുന്നു. അവസാനത്തെ ഘട്ടത്തിൽ പൊതിഞ്ഞ മമ്മി നന്നായി അലങ്കരിക്കും. എംബാമർമാർ മമ്മിയുടെ മുഖത്ത് കൃത്രിമ കണ്ണുകളും വിവിധ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉപയോഗിക്കും. മരിച്ച വ്യക്തിയുടെ ആത്മാവ് സ്വന്തം ശരീരം എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നതിന് അവർ ഒരു പോർട്രേറ്റ് മാസ്ക് കൊണ്ട് തലമറയ്ക്കും. അവസാനം അവർ മമ്മിയെ അലങ്കരിച്ച ശവപ്പെട്ടിയിൽ സൂക്ഷിക്കും. അവസാന ആചാരത്തിന്റെ ഭാഗമായി മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നഗരം മുഴുവൻ നടന്ന് ശവകുടീരത്തിലേക്ക് പോകുമ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കും. ദുഃഖിക്കുന്നവരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മരിച്ചവർക്ക് പരലോകം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുമെന്ന് വിശ്വസിക്കപ്പെട്ടു. ശവകുടീരത്തിലെത്തിയ ശേഷം ശവപ്പെട്ടി കല്ലറയിൽ സ്ഥാപിക്കുന്നതിന് മുമ്പ് വായ തുറക്കൽ ചടങ്ങ് നടക്കും. കുടുംബാംഗങ്ങൾ ചില മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ പൂജാരിമാർ മമ്മിയുടെ മുഖത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്പർശിക്കും. ഈ ചടങ്ങ് മമ്മിയെ കാണാനും കേൾക്കാനും ഭക്ഷണം കഴിക്കാനും മരണാനന്തര ജീവിതത്തിലേക്ക് കടക്കാനും സഹായിക്കുമെന്ന് അവർ വിശ്വസിച്ചു. മമ്മിഫിക്കേഷൻ പ്രക്രിയയിൽ പല ഘട്ടങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഒരാളുടെ ക്ലാസും സ്റ്റാറ്റസും അനുസരിച്ച് പ്രക്രിയ വ്യത്യാസപ്പെടാം. പണക്കാർ, പാവപ്പെട്ടവർ എന്നിങ്ങനെ. മമ്മികൾ പലതരം വലിപ്പത്തിലുള്ള വസ്തുക്കളോടൊപ്പം അടക്കം ചെയ്യുന്നു. മമ്മി ഫറവോനെ പോലുള്ള അതിസമ്പന്നനായ വ്യക്തിയുടേതാണെങ്കിൽ അലങ്കരിച്ച ആഭരണങ്ങൾ പോലെയുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളാൽ അവനെ സംസ്കരിക്കും. തൂത്തൻഖാമന്റെ ശവപ്പെട്ടി മുഴുവനും സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് പ്രസിദ്ധമായ ഒരു കണ്ടുപിടുത്തം. ഫർണിച്ചറുകൾ, കർഷകരുടെ മാതൃകകൾ, ബേക്കർമാർ, മില്ലർമാർ, മൺപാത്രങ്ങൾ എന്നിവയെല്ലാം ശ്മശാന സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മരിച്ചയാൾക്ക് സുഖപ്രദമായ പരലോക ജീവിതത്തിന് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളായിരുന്നു ഇവയെല്ലാം. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ മമ്മി യഥാർത്ഥത്തിൽ പ്രകൃതിദത്തമായ മമ്മിയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് വടക്കേ അമേരിക്കയിലെ ഒരാഴം കുറഞ്ഞ ശവക്കുഴിയിൽ കണ്ടെത്തിയ ഒരു പായൽ പൊതിഞ്ഞ മമ്മിയായിരുന്നു. ഗുഹയിലെ വരണ്ട അന്തരീക്ഷവും നേർത്ത വായുവും ശരീരത്തെ സംരക്ഷിച്ചു. ആ മമ്മിയുടെ ശരീരത്തിന് 10,000 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഇതൊരു വിപരീതമായി അറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ മമ്മി 5500 വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. 5300 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഓസ്റ്റി ദി ഐസ്മാൻ ആണ് പ്രകൃതിദത്തമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രശസ്തമായ മമ്മി. ഇറ്റാലിയൻ ആൽപ്സ് പർവ്വതനിരകളിൽ ഓറ്റ്സി കൊല്ലപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ ശരീരം മഞ്ഞിലും ഹിമത്തിലും സംരക്ഷിക്കപ്പെട്ടു. 1991 മാത്രമാണ് ചില വിനോദസഞ്ചാരികൾ അദ്ദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 4-ാം നൂറ്റാണ്ടിൽ റോം ഈജിപ്ത് ഭരിച്ചപ്പോൾ ഈജിപ്ഷ്യൻ മമ്മിഫിക്കേഷൻ ക്രമേണ ഇല്ലാതായി. ഇന്ന് വളരെ അപൂർവ സന്ദർഭങ്ങളിലൊഴികെ മമ്മിഫിക്കേഷൻ ഒരു നഷ്ടപ്പെട്ട കലയാണ്. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.